ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് തന്ന റെസ്പോൺസ് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ സംസാരം ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഞങ്ങൾ പാലോട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചകളൊക്കെ ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്നത്. രാവിലെ കുഞ്ഞമ്മയുടെ മക്കൾ രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. അപ്പം ഭാര്യമാരൊക്കെ ചോറും പൊതിയൊക്കെ കെട്ടിക്കൊടുക്കുന്നു. കുഞ്ഞമ്മ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ചകളാണ്. നല്ല മഞ്ഞ കേട്ടോ ഇവിടെ. പാലോട് ഒരു കുറച്ച് ഫോറസ്റ്റ് ഏരിയ കണക്ക് ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ ആ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല. കാര്യം എനിക്ക് തണുപ്പടിച്ചിട്ട് തൊണ്ടവേദന കേട്ടോ. അമ്മ രാവിലെ വന്നിറങ്ങി അമ്പലത്തിലേക്ക് പോവുക കേട്ടോ. രാവിലെ അല്ല, ഇന്നലെ എത്തിയെങ്കിലും ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോവുക കേട്ടോ. ഇല്ല, പിടിക്കണം. ഇല്ല, കുളിച്ചിട്ട് ഇടാൻ ഉടുപ്പില്ല എനിക്ക്. ഇനിയിപ്പോ വേണ്ട, വെള്ളം മാറിയും കൂടെ കുളിച്ച് വയ്യാതാവും. അമ്മ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കാപ്പി പരിപാടിയിലേക്ക് ഏർപ്പെട്ടു കേട്ടോ. ദോശയും സാമ്പാറുമാണ്. നല്ല തണുത്ത ക്ലൈമറ്റിൽ ദോശയും സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഇന്ന് അമ്മയുടെ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അമ്മ രാവിലെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ചമ്മന്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട്. ഞാൻ ചില വീഡിയോയിലൊക്കെ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ആ റെസിപ്പി. ഇത് കേട്ടോ ഈ ചമ്മന്തി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവരും ഇന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കാപ്പിയെ കുടിച്ചിട്ട് കുഞ്ഞമ്മ കേട്ടോ റബ്ബറിൻ്റെ പാലിൻ്റെ റബ്ബർ പാൽ എടുക്കാൻ വേണ്ടി പോകട്ടോ. അതാ ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞമ്മ വരുന്നതിന് മുന്നേ ഞങ്ങൾ കാപ്പിയെ കുടിച്ചിട്ട് ഇറങ്ങി. ഞാനും അമ്മയും അശ്വതിയും കൂടി അക്ഷയ വീട്ടിൽ പോയി കേട്ടോ. മൂത്ത ആള് വീട്ടിൽ പോയി. അവൾക്ക് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ പോയി. ഇപ്പം ഞങ്ങൾ ഒരാളെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്മയുടെ കുടുംബ വീട്ടിലോട്ട് പോവാണ്. അവിടെ അടഞ്ഞു കിടക്കണം. അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ ഇന്ന് മരം മുറിക്കുന്നുണ്ട്. അവിടെ കുറേ മരങ്ങളൊക്കെ വീട്ടിൻ്റെ ചുറ്റിലൊക്കെ നിന്നതൊക്കെ മുറിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വീട്ടിൽ കുറച്ച് അടുക്കളയൊക്കെ കെട്ടണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ പോയ വഴിയാണ്, പക്ഷേ റൂട്ട് മാറ്റമാണ്. ഇന്നലെ പോയ സ്ഥലത്തേക്കല്ല ഇന്ന് പോകുന്നത്. നമ്മുടെ ആ കുടുംബ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വീട്. അപ്പോൾ ഞാനും അശ്വതിയും ചേട്ടൻ്റെ അമ്മയും കൂടെ പോകുന്ന വഴിക്ക് കുഞ്ഞമ്മയും ജോയിൻ ചെയ്തു കേട്ടോ. കുഞ്ഞമ്മ പെട്ടെന്ന് പാലെടുത്ത് വെച്ചിട്ട് ഞങ്ങളെ കൂടെ വന്നു. ഇങ്ങനെ ഞങ്ങളെല്ലാവരും നടന്നെത്തി ഗൈസ്. ഇത് ഈ കലമ്പട്ടി എന്ന് പറഞ്ഞൊരു പൂ, അതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഒരു വയലറ്റ് കളർ പൂ കിട്ടുമല്ലോ, ആ പൂവിൻ്റെ ചെറിയ കാട്ടുപൂവാണ്. നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിയായിട്ടുണ്ട്. പക്ഷെ ചെറിയ വെയിൽ വന്നെങ്കിൽ ഒരു തണുത്ത അന്തരീക്ഷം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കണം. ഒരു 10 മിനിറ്റ് നടന്നാണ് ആ വീട്ടിൽ പോകുന്നത്. അവിടെ ആരുമില്ല. ഇപ്പം വീടൊക്കെ അടഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ അതൊക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നിപ്പോൾ പണിയില്ല. ഇന്ന് മരം മുറിച്ച് മാത്രമേ. അമ്മയും കുഞ്ഞമ്മയും കൂടെ വരുന്ന വഴിക്ക് ഒരു ആൻറ്റീയുടെ വീടുണ്ട് കേട്ടോ. അവിടെ കയറി സംസാരിച്ചിരുന്നു. അപ്പം ഞാനും അശ്വതിയും ബോറടി കാരണം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ബോറടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നേ അവിടെ പോകാമെന്ന് തോന്നുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞാനും അശ്വതിയും കൂടി മുന്നേ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ താക്കോലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. അശ്വതിയും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അശ്വതി ഒരു വട്ടം കണ്ടേ വന്നിട്ടില്ല. ഞങ്ങൾ മുന്നേ അവിടെ വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അവിടെ വെച്ച് നമ്മുടെ സംസാരമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ബൈ. തുറന്നോ? തുറന്നെടുക്കാറണത് വെട്ടമുണ്ടോ അവിടെ? പക്ഷേ ലൈറ്റ് ഇല്ല. ഇതിൽ ഇരുണ്ടിരിക്കുന്നു. അകത്ത് കയറുമ്പോൾ ഇരുട്ടാവും. നീ അതിൻ്റെ അകത്ത് കയറി ആദ്യം ലൈറ്റ് ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഒന്നേന്ന് കയറ്. മറ്റേതായിരിക്കും, ആർക്കറിയാം. നീ അതല്ലേ എന്തോ ഇതിന്റെ അങ്ങനെ ഞങ്ങൾ അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നപ്പോൾ കുറേ നേരം കഴിഞ്ഞ് അപ്പുറത്തെ ആൻറ്റീയുടെ വീട്ടിൽ നിന്ന് അമ്മയും കുഞ്ഞമ്മയും വന്നു കേട്ടോ. വന്നു പറഞ്ഞാൽ അവർ വർക്ക് മോഡിലാണ് ഗൈസ്. മരങ്ങളെല്ലാം മുറിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. മരങ്ങൾ മുറിച്ചപ്പോൾ കുരുമുളക് വള്ളിയെല്ലാം വന്നു വീണു. അപ്പോൾ പിന്നെ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അമ്മയാണെങ്കിൽ കുറച്ച് കാന്താരി മുളകെല്ലാം ഒടിഞ്ഞു വീണു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് വന്നു. കാന്താരിയൊക്കെ നുള്ളി എടുക്കുവാണ് കേട്ടോ അമ്മ.
കുഞ്ഞമ്മയാണെങ്കിൽ കുരുമുളക് ഇനിയിപ്പം മരം മുറിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കുരുമുളക് അതിൽ നിന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഉള്ളത് അത്യാവശ്യം എല്ലാം പഴുത്ത് വിളഞ്ഞതൊക്കെ തന്നെ. അപ്പോൾ അതിനെയൊക്കെ നുള്ളി എടുത്ത് വെക്കാനുള്ള. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും അവളും കള്ളപ്പണിയൊക്കെ എടുത്ത് അവിടെ നിന്നെങ്കിലും നമ്മളെയും വിളിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടി ചെയ്തപ്പം പെട്ടെന്ന് ജോലി ചെയ്ത് അറിഞ്ഞില്ല കേട്ടോ. കുരുമുളകെല്ലാം നുള്ളി ഞങ്ങൾ ഓരോ ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വർത്താനവും കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ചുറ്റിലും നിറയെ മരങ്ങളുണ്ട്, കാരമരം ഉണ്ട് കേട്ടോ. അതിനിപ്പം മുറിക്കും. പക്ഷേ ഇന്ന് മുറിച്ച് തരാൻ ഞങ്ങൾ പറഞ്ഞെങ്കിലും മുറിച്ച് തന്നില്ലെങ്കിൽ കാരയ്ക്ക് കിട്ടുമായിരുന്നു. ഒരു വലിയ കാരമരം നിൽപ്പുണ്ട്, പറങ്കാവ്, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് മുറിക്കുന്നില്ല. ഇന്ന് അവർ ചെറിയ ചെറിയ മരങ്ങളെ മുറിച്ചോളൂ. കുറേ മരങ്ങൾ വീട്ടിന് ചുറ്റും നിൽക്കുന്നതും കാറ്റൊക്കെ അടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് മണ്ടയിൽ കൂടെ വീഴും. ഇപ്പം തന്നെ അടുക്കളയൊക്കെ അത്യാവശ്യം പോയി കിടക്കുക. അപ്പോൾ അടുക്കളയൊക്കെ ഇനിയിപ്പോൾ ഒന്നിന്ന് കെട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആ വീട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് വന്നത്. ആളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രേതാലയ ലുക്കാണ്. പിന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഒരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും കൂടി ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്യുവാണ്. ഒരു ആൻറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഞങ്ങളുടെ ഈ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ആൻറ്റിയുടെ വീട്ടിലാട്ടോ അമ്മയും കുഞ്ഞമ്മയും കൂടെ കയറി ഇരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. മിസ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ എന്തോ ഇന്നും പിന്നും വീഡിയോ ഇടാനായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ മോട്ടിവേറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാ അങ്ങനെ ഇതൊക്കെ ഇനിയിപ്പോൾ എന്നാ ഉള്ളത്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. 2:30 ആകുമ്പോൾ പോകുന്നുണ്ട്. അപ്പം ചെറിയ വീഡിയോകളേ ഉള്ളൂ, 1, 3. ഇനിയും ഞാൻ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഉള്ള വീഡിയോകളൊക്കെ ഒരുപാട് ഇടാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ അമ്മയുടെ വീഡിയോസ് ആണ് ഇഷ്ടമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതേ എല്ലാത്തരം വീഡിയോസും ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതാണോ അതേ അപ്പം സംസാരിക്കുന്നത് ഞാനിങ്ങനെ എടുത്തിടുമല്ലോ, ഞാനും അമ്മയും കൂടി സംസാരിക്കുന്നത്, അങ്ങനത്തെ വീഡിയോ ആണോ ഇഷ്ടമെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പറഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതാണ് ഇഷ്ടമെന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതും ഇതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കും. വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. പിന്നെ ചിലതൊക്കെ അല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഏതൊക്കെ മരങ്ങളുണ്ട് എന്നൊക്കെയുള്ള എണ്ണ എടുക്കലൊക്കെയാണ് കേട്ടോ. കുറേ പറങ്കാവൊക്കെ അവിടെ മരത്തിൻ്റെ അവിടെ അവളൊരു കളിയിലുണ്ടായിരുന്നു, പശുവിനെ കിട്ടുന്നത്. അതിന് ഞങ്ങളിവിടെ കളിയിലെന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടിഞ്ഞു പൊഴിഞ്ഞു പോയി, ഈ കാറ്റൊക്കെ അടിച്ച് ഇതൊക്കെ ഒടിഞ്ഞ് വീണ്. അപ്പം അതൊക്കെ ആട്ടോ സംഭവങ്ങൾ. ഇതൊക്കെയാണ് മുറിച്ച മരങ്ങൾ. ആ പുരടത്തിൻ്റെ അപ്പുറത്ത് കണ്ടോ കുറേ ചെറിയ കൂടുകൾ, അത് തേനീച്ച കൂടാട്ടോ. ഇവിടെ നല്ല ചെറുതേൻ കിട്ടും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒത്തിരി ചെറുതേനുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് ചെറുതേൻ കിട്ടും. നമ്മളിങ്ങനെ മായൊന്നും ചേർക്കാതെ ഒത്തിരി ഒന്നും അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ കുറേ പഞ്ചസാര കലക്കിയതും ശർക്കര കലക്കിയതൊക്കെയാണ്. ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല ഒറിജിനൽ ചെറുതേനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നല്ല ഒത്തിരി തേനീച്ചയുണ്ട്. അതിനകത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ ചെറുതേൻ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മരം മുറിപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ തളർന്നു കേട്ടോ. കാരണം 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു പോവാം വീട്ടിൽ പോവാണ്. രാവിലെ വന്ന ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് എല്ലാം പറക്കി കെട്ടി തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ചു പോകുക കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആൻറ്റിയുടെ വീട്. അങ്ങനെയും വന്ന് ഞങ്ങൾ ഉച്ചയൂണ് കഴിക്കുകയാണ്. ഇന്ന് ചോറിന് കപ്പയുണ്ട്. രാവിലെ ഞങ്ങൾ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂരമീൻ കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, കപ്പ നമ്മുടെ വാഴക്ക വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, ബീറ്റ്റൂട്ട് തോരൻ. അങ്ങനെ അത് കൂട്ടി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുവാണ് കേട്ടോ. അപ്പോഴുണ്ടല്ലോ ഇവിടെ ഒരു ആശാൻ വന്നുകൊണ്ട് ഇവൻ ഭയങ്കര ശല്യം കേട്ടോ. ഇവൻ ഒരുത്തനൊന്നും അല്ല, ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒന്നും നടാൻ പറ്റത്തില്ല. ചക്ക കൊണ്ടുപോകും, തേങ്ങ കൊണ്ടുപോകും. തെങ്ങിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. ഒരു കരിക്ക് കുടിക്കാൻ വന്നിരിക്കുവാണ്. എങ്ങനെയൊക്കെ അതിനെ ഓട്ടിക്കാൻ ശ്രമിച്ചാലും അത് പോകത്തില്ല. ഭയങ്കര അക്രമമാണ് കേട്ടോ. പോയി എവിടെ ഒളിച്ചിരുന്ന് നോക്കുന്നടി.
അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി കേട്ടോ. വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് പൊതിച്ചോറ് തന്നാ വിട്ടത്. വീട്ടിൽ വന്ന് പൊതിച്ചോറൊക്കെ കഴിച്ചത് ഞങ്ങളുടെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയുള്ള വീഡിയോ കൂടുതലും ഇവിടെ വെച്ചായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു. അമ്മ ഉറങ്ങി കേട്ടോ ഇരിക്കുന്നത്, നല്ല ക്ഷീണമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.